അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയ മുഹിബീങ്ങളെ, അള്ളാഹുവിൻ്റെ മനോഹര നാമങ്ങളിൽ വളരെ മഹത്തമായ ഒരു നാമമാണ് അൽ ഫത്താഹ് എന്ന നാമം. ഈ നാമത്തിൻ്റെ അർത്ഥം അടഞ്ഞ വാതിലുകൾ തുറക്കുന്നവൻ, വിധി നിർണയിക്കുന്നവൻ, തൻ്റെ ദാസന്മാർക്ക് നന്മയുടെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നവൻ എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില കാര്യങ്ങൾ അടഞ്ഞു പോയതുപോലെ തോന്നാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ചില കാര്യങ്ങൾ നടക്കാതെ വരാം. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ വരാം. ദുആകൾക്ക് ഉത്തരം ലഭിക്കാൻ വൈകുന്നതായി തോന്നാം. അത്തരം സമയങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഈ മനോഹരമായ നാമമാണ്. യാ ഫത്താഹ്, അടഞ്ഞ വാതിലുകൾ തുറക്കുന്നവനേ. നമുക്ക് കാണാൻ കഴിയാത്ത വഴികളിലൂടെ പോലും അള്ളാഹു തൻ്റെ ദാസന് വഴി തുറക്കാൻ കഴിയും. നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാം. നമ്മുടെ വിഷമങ്ങൾ അള്ളാഹുവിനോട് പറയാം. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കാം. ഇൻഷാ അല്ലാഹ്. യാ ഫത്താഹ്, എനിക്ക് നന്മയുടെ വാതിലുകൾ തുറന്നു തരണമേ. എൻ്റെ പ്രയാസങ്ങൾ എളുപ്പമാക്കണമേ. എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറന്നു തരണമേ എന്നിങ്ങനെ ആത്മാർത്ഥമായി ദുആ ചെയ്യാം. നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു ഒരിക്കൽ ദുആ സ്വീകരിക്കും. ഇൻഷാ അല്ലാഹ്. ഒന്ന് ചോദിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ച് ദുആ നിർത്തരുത്. എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം റബ്ബ് കേൾക്കുന്നുണ്ട്. നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹുവിനോട് സമർപ്പിക്കുക. അവൻ കഴിയുന്ന അത്രയും ഒരാൾക്കും കഴിയില്ല. അവനാണ് നമ്മെ സൃഷ്ടിച്ചത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നത് വെറും പേരുകൾ മനഃപാഠമാക്കുന്നതിന് വേണ്ടിയല്ല. ആ നാമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി അള്ളാഹുവിൽ കൂടുതൽ വിശ്വാസം വളർത്തുന്നതിലാണ്. നമ്മുടെ മുന്നിൽ വാതിലുകൾ അടഞ്ഞാലും അള്ളാഹുവിൻ്റെ കാരുണ്യയുടെ വാതിലുകൾ ഒരിക്കലും അടയുകയില്ല. അതിനാൽ വിഷമിക്കേണ്ട. അള്ളാഹുവിൽ പ്രതീക്ഷ വയ്ക്കുക. ദുആ ചെയ്യുക. ക്ഷമയോടെ കാത്തിരിക്കുക. അൽ ഫത്താഹ് ആയ അള്ളാഹുവേ, നമ്മുടെ നന്മയുടെ വാതിലുകൾ നീ തുറന്നു തരണമേ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാം ഞങ്ങളുടെ കുടുംബക്കാരെയും എല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണമേ. എല്ലാ പ്രയാസങ്ങളും മാറ്റി സന്തോഷമുള്ള, സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ ഉപകരിക്കപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഇത്തരത്തിലുള്ള ഇസ്ലാമിക് വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ്. അടുത്ത വീഡിയോയിൽ കാണാം. ദുആ വസിയത്തോടെ.